പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇനി ജോയിൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടതെന്നും ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കുന്നതിനാണ് ഈ വീഡിയോ. ആദ്യം നമ്മളതിനകത്തുനിന്ന് നമ്മുടെ നിലവിലുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക. അതായത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ എടുക്കുന്ന ഉടനെ നമുക്കിപ്പോൾ ഉള്ള അക്കൗണ്ട് ഈ വലതുവശത്ത് മുകൾ വശത്തായിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ പ്രൊഫൈലിന് ഒരു പേരോ അക്ഷരമോ ഒക്കെ കാണും. അപ്പോൾ ആ ചെറിയ ഡോട്ടിൽ, ആ ചെറിയ വൃത്തത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ അക്കൗണ്ടുകൾ കാണുന്നില്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്കുണ്ട്, അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ പുതിയൊരു അക്കൗണ്ടാണ് നമ്മളിനി ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ക്ലാസ് റൂമിൽ കയറുന്നതിന് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള അക്കൗണ്ട് പറ്റത്തില്ല. അതിനായിട്ട് പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നും പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇത് സ്ക്രീനാണ് വരുന്നത്. അതിൽ മുകളിൽ ഗൂഗിൾ എന്നുള്ള ഈ ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ ഫോർമാറ്റിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പുതിയൊരു ഇമെയിൽ ഐ ഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനവൻ്റെ പേര് നോക്കിയിട്ട് അതിൻ്റെ നേരെ തന്നിരിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം അതിനകത്ത് എൻട്രി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് പിന്നെ കയറാൻ പറ്റാതെ വരും. അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു കോമൺ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അഡ്മിഷൻ നമ്പർ മാത്രമേ അതിനകത്ത് മാറ്റമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അഭിഷേകിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്, അതിനുശേഷം 38077, ഇത് നമ്മുടെ സ്കൂളിൻ്റെ കോഡാണ്. അതിനുശേഷം ഒരു ഡോട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പറാണ് വരുന്നത്. 10840 എന്നുള്ളത് അവൻ്റെ അഡ്മിഷൻ നമ്പർ കൊടുത്തു. പിന്നീട് നമ്മൾ @kiteschool.in എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കറക്റ്റാണോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡിനൊരു ഫോർമാറ്റ് ഉണ്ട്, അത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിൽ അടിച്ച അതേ അഡ്മിഷൻ നമ്പർ ആദ്യം കൊടുക്കുക. അഡ്മിഷൻ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. പിന്നെ ഇതൊരു കോമൺ ഫോർമാറ്റാണ് ഇതുവേ. പിന്നെ HS എന്നാണ്. HSൻ്റെ H ക്യാപിറ്റൽ ലെറ്ററാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. HS. പിന്നെ ലാസ്റ്റിൽ ഒരു ഹാഷ് ചിഹ്നമാണ് കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നമ്മളിത് കുറച്ച് നിയമങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പാസ്വേഡ് മുമ്പേ കൊടുത്തത് മാറ്റിയിട്ട് പുതിയൊരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയത് ടൈപ്പ് ചെയ്യുമ്പോഴത് നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് വെക്കുക. ആ പാസ്വേഡിലെ 8 അക്ഷരങ്ങളും അക്കങ്ങളും ഉൾപ്പെടെ 8 ക്യാരക്ടറുകൾ ഉണ്ടായിരുന്നാൽ നല്ലതാണ്. അങ്ങനെ നമ്മൾ എഴുതി വെച്ച് വളരെ സൂക്ഷിച്ച് ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നീട് അക്ഷരങ്ങൾ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു സിമ്പൽ അറ്റെന്നോ വല്ലതും കൊടുത്തതിന് ശേഷം 2 3 നമ്പറുകളും കൂടി ടൈപ്പ് ചെയ്യുക. അത് ഓർത്തിരുന്നോണം. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പല പ്രാവശ്യം എറർ ചിലപ്പം കാണിക്കും. നമ്മൾ ആ കൊടുക്കുന്നത് ആ പറഞ്ഞ ഫോർമാറ്റ് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പുതിയത് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നീട് 2 3 അക്ഷരങ്ങളുള്ളൊരു വാക്ക് കൊടുക്കുക. പിന്നെ ഒരു അറ്റെന്നോ ഹാഷെന്നോ അല്ലെങ്കിൽ ഒരു സ്ലാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പൽ ഇടയ്ക്ക് ഉൾപ്പെടുത്തുക. പിന്നെ ഒരു 2 3 നമ്പറുകളും കൂടി ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ നമ്പർ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് വെക്കണം. പിറ്റേ ദിവസം മറന്നു പോയെന്ന് പറയരുത്. അത് ചെയ്തതിന് ശേഷം ഇത് എഗ്രി ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ബാക്ക് അടിക്കുക. നമ്മൾ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനാക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ് റൂം, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ ക്ലാസ് റൂമുണ്ട്, അതെടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. നിങ്ങളുടെ സ്ക്രീനിനകത്തൊന്നും കാണത്തില്ല, വെറുതെ ഗൂഗിൾ ക്ലാസ് റൂം എന്നേ കാണുകയുള്ളൂ. അപ്പോൾ അവിടെ മുകളിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും മുകളിൽ ചിലപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടോ ID, നമ്മൾ ആ ഇമെയിൽ ID അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ പേര് വന്നിട്ടുണ്ട് ഇവിടെ, പേര് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ പുതിയ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ അക്കൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ക്ലാസ് റൂമിനകത്ത് ഇങ്ങനെ റെഡിയായി കഴിയും. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ 2 ക്ലാസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ക്ലാസ്സിനകത്ത് കാണിക്കും. അപ്പോൾ ഇവിടെ ജോയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു ഓപ്ഷനാണ് അതിനകത്ത് കാണുന്നത്. 10Aയും Bയും ഉള്ള ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, രണ്ടിനകത്ത് നിങ്ങൾക്ക് ജോയിൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ വിഷയത്തിൻ്റേതും ഓരോ ക്ലാസ്സിനകത്ത് കാണും. അപ്പോൾ അതാത് ടീച്ചേഴ്സ് നിങ്ങളെ അവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജോയിൻ എന്നൊരു ലിങ്ക് ഇതിനകത്ത് ഇടും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സിനുള്ളിൽ പ്രവേശിക്കും. പിന്നെ നമുക്ക് അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാനൊന്ന് ജോയിൻ ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ ഫിസിക്സ് ക്ലാസ്സിൽ ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ജോയിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ജോയിൻ ആയിക്കോളും. ഇനി അതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്നു, 10AB കെമിസ്ട്രി എന്നുള്ള ക്ലാസ്. അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഏതൊക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇട്ടിട്ടുണ്ടോ ആ ക്ലാസ്സിലെല്ലാം നിങ്ങൾ ഇതുപോലെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ തൽക്കാലം ആദ്യം ചെയ്തു വെക്കേണ്ടത്. എല്ലാവരും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്ലാസ് റൂം വഴി ഒരു ഗൂഗിൾ മീറ്റ് വിളിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് അതിനകത്ത് കയറുന്നതെന്നൊക്കെ അപ്പോൾ പിന്നീട് പുറകെ പറഞ്ഞു തരാം.